തനതായ ഒരു പാരമ്പര്യ ഹാസ്യ കലാരൂപം ആണ് ഓട്ടംതുള്ളൽ. ഹാസ്യകവിയായ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ്. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെയും സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതികളെയും ഹാസ്യ കവിതാരൂപത്തിൽ പാടി വിമർശിച്ചുകൊണ്ട് ഒന്നോ അതിൽ കൂടുതലോ കലാകാരന്മാർ അരങ്ങത്തെത്തുന്നു. ചാക്യാർകൂത്തിന് മിടാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഇടയ്ക്ക് ഉറങ്ങിപ്പോവുകയും ചാക്യാർ അദ്ദേഹത്തെ കണക്കിട്ട് പരിഹസിക്കുകയും ചെയ്തു. വിരുദ്ധനായ നമ്പ്യാർ ഒറ്റ രാത്രി കൊണ്ട് ഓട്ടംതുള്ളൽ എന്ന ഹാസ്യ കലാരൂപം സൃഷ്ടിച്ച് പകരം വീട്ടുകയും ചെയ്തു. സാധാരണക്കാരന്റെ കഥകളി എന്നുകൂടി അറിയപ്പെടുന്ന ഈ കലാരൂപം കാലങ്ങളും വേദികളും പിന്നിട്ട് ഇന്നിതാ നിങ്ങളുടെ മുമ്പിലും എത്തുന്നു. ശുദ്ധ ഹാസ്യ കലാരൂപമായ ഇതിലെ കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ഈ കലാരൂപത്തെ നിങ്ങളുടെ മുമ്പിൽ അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം അവതരിപ്പിക്കുന്നു. സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക യൂത്ത് മൂവ്മെന്റിന്റെ ആശംസകൾ. 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 യുഎഇ മേഖലയിലെ യുവജനമെല്ലാം ഇന്ന് ഷാജാ പള്ളിയിൽ ഒത്തുചേരുന്നു. ഈ സുദിനത്തിൽ സന്തോഷത്തിൽ തുള്ളൽക്കാരനും പങ്കുചേരുന്നു. ഈ സുദിനത്തിൽ സന്തോഷത്തിൽ തുള്ളൽക്കാരനും പങ്കുചേരുന്നു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക യൂത്ത് മൂവ്മെന്റിന്റെ ആശംസകൾ. കഥസങ്കല്പം കഥയിലെ ആരും ജനിച്ചവരല്ല മരിച്ചവരല്ല. കപ്പയും ചോറും തിന്നു വളർന്ന മലയാളികളുടെ കേളി കഥകൾ. സഭയും കാനൂനും ശീലമതാക്കിയ ചില നസ്രാണികളുടെ ജീവിത കഥകൾ. കൊച്ചിക്കാരൻ ചാക്കോച്ചന്റെ മക്കളിലൊരുവൻ മക്കോച്ചായൻ. കെട്ടും കുസ്തിയും കഴിഞ്ഞിട്ടങ്ങനെ നാട്ടിൽ ചെത്തി നടക്കും നേരം. ഗതിയില്ലാതെ അലയുമ്പോഴും പെങ്ങളെ കെട്ടോ ഗൾഫിൽ നിന്നും ലീവിന് വന്നു. പ്രാരാബ്ദങ്ങളെ പാണ്ടോ കയറി അളിയൻ സാരിനെ കാണാൻ ചെന്നു. അളിയ പറഞ്ഞു, കൊള്ളാവുമ്പോൾ തുക തന്നിടി കമ്പ്യൂട്ടർ പണി ഓഫർ ചെയ്യാം. കൊള്ളാവുമ്പോൾ തുക തന്നിടി കമ്പ്യൂട്ടർ പണി ഓഫർ ചെയ്യാം. വീടും പറമ്പും വിറ്റ് വിറക്കി മക്കോച്ചായൻ ഗൾഫിലുമെത്തി. വീടും പറമ്പും വിറ്റ് വിറക്കി മക്കോച്ചായൻ ഗൾഫിലുമെത്തി. പെങ്ങളെ കെട്ടിയോൻ പറഞ്ഞൊരു ജോലി കമ്പ്യൂട്ടർ പണിയാണെന്നത്രേ. കിട്ടിയ പണിയോ അത് കമ്പിപ്പണിയാണല്ലോ അത്രേ. അരി വാങ്ങണം, തുണി വാങ്ങണം, നാട്ടിൽ അല്പമായി എത്തിയിടണം. എട്ടണയെങ്കിൽ കിട്ടണ എട്ടണ ചിലവാക്കാതെ ബാങ്കിലിടണം. കാശും പുത്തനുമായപ്പോഴും പള്ളിയിൽ പോകാൻ പുതിയൊരു മോഹം. പള്ളിയിലെ
പള്ളിയിലെത്തിയ മാർക്കോച്ചായൻ എന്നും വന്നു മുന്നിൽ നിന്നു. പിന്നെ പിന്നെ പിന്നോട്ടാക്കി അങ്ങനെ എത്തി കൊടിമരച്ചോട്ടിൽ. 8ഉം 10ഉം പേരുടെ നടുവിൽ അച്ചായൻ ചില പണക്കമിറക്കി. ഇറക്കിയതെവിടാ? ഇറക്കിയതെവിടാ? മുണ്ടുകളായ അച്ചായന്മാർക്കിടയിൽ തന്നെ. പള്ളിയിൽ അങ്ങനെ മുണ്ടും പണവും പടപട പൊട്ടിക്കൊണ്ടേയിരുന്നു. കൊടിമരത്തോട്ടിൽ നിൽക്കും നേരം പുഴയുടെ താഴെ കണ്ടൊരു മുത്താൾ. അങ്ങോട്ടൊന്നു നോക്കിയ നേരം അവിടെ കണ്ടു ബുക്സും സീഡിയും. അങ്ങോട്ടെടുക്കുന്നു ഇങ്ങോട്ടെടുക്കുന്നു അകപ്പാടെ കലവില മേളം. അവിടെ നിന്നൊരുവൻ ഓടിയെടുത്തു കൈകൾ രണ്ടും പിടിച്ചുകുലുക്കി. നാട്ടുവിശേഷം വീട്ടുവിശേഷം ഓരോന്നായി ചോദിച്ചറിഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചേ? മെമ്പർഷിപ്പിൻ ഫോമും എടുത്ത് തടിയൊരുത്തൻ പിറകെ കൂടി. ചാക്കിട്ട് ഉപ്പിട്ട് കുപ്പിയിലാക്കി യൂത്ത് മൂവ്മെന്റിൻ മെമ്പറുമാക്കി. മുന്നോട്ടങ്ങനെ പോകും നേരം നാട്ടിൽ നിന്നും വന്നൊരു കത്ത് കല്യാണത്തിന് മ്യൂസിക്. അപ്പനും അമ്മയും നാട്ടിൽ പല പല തണ്ണീമണികളെ കണ്ടു നടന്നു. മക്കോച്ചായനെ കെട്ടണമെങ്കിൽ ബിഎസ്സിന് കിട്ടിയ നേരും. എന്നിട്ട് എന്താ സംഭവിച്ചേ? മക്കോച്ചായന്റെ ഇഷ്ടം പോലെ ബിഎസ്സിന് വയൽ കുടുങ്ങി. കെട്ടു നടത്തി മറിയാമയുമായി മക്കോച്ചായൻ തിരികെയും എത്തി.